സംസ്ഥാനത്ത് 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനനം ഉറപ്പാക്കുന്നതിനുമായി 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. നിരോധനം കർശനമായി നടപ്പാക്കാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ തുടരും. 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനുമാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലമായ മൺസൂൺ സീസണിൽ ട്രോളിംഗ് നടത്തുന്നത് മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കാൻ ഇടയാക്കുമെന്നതിനാലാണ് നിയന്ത്രണം. അതേസമയം സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാതല യോഗം ചേർന്നിട്ടുണ്ട്. അന്യസംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ കേരള തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ സ്വകാര്യ ഡീസൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ 9 വൈകുന്നേരത്തോടെ ട്രോളിംഗ് ബോട്ടുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം, കോസ്റ്റൽ പോലീസ് എന്നിവർ ഉറപ്പാക്കും. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അഴീക്കോട്, ചേറ്റുവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച ബോട്ടുകളും റെസ്ക്യൂ സംഘങ്ങളും പ്രവർത്തിക്കും. ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം നേടിയ മത്സ്യത്തൊഴിലാളി യുവാക്കളെയും കടൽ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ട്രോളിംഗ് നിരോധന കാലത്ത് പഴകിയ മത്സ്യവും രാസവസ്തുക്കൾ കലർന്ന മത്സ്യവും വിപണിയിലെത്തുന്നത് തടയാൻ ഫിഷറീസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്ത പരിശോധന ശക്തമാക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ഫിഷറീസ് വകുപ്പ് സൗജന്യമായി നൽകുന്ന ട്രാൻസ്പോണ്ടറുകൾ നിർബന്ധമായും ഘടിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.